ചരിത്രത്തിന്റെ താളുകളിൽ മായ്ക്കാനാവാത്ത ചില രഹസ്യങ്ങളുണ്ട്. റോമൻ ചക്രവർത്തിയുടെ കൽപ്പിത സെൻസ് പ്രകാരം സ്വന്തം ഗോത്ര നഗരമായ ബെത്ലഹേമിലേക്ക് രജിസ്ട്രേഷൻ പോകേണ്ടിയിരുന്നത് കുടുംബനാഥനായ യോസേഫ് മാത്രമായിരുന്നു. പിന്നെ നസ്വത്തുകാരിയായ മറിയം എന്തിനാണ് ആ അപകടം പിടിച്ച യാത്ര ചെയ്തത്? നിയമപരമായി അവൾ പോകേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. എന്നാൽ വിവാഹ നിശ്ചയത്തിന് മുൻപേ ഗർഭിണിയായതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിന്റെ ചൂണ്ടുവിരലുകൾക്ക് നടുവിലൂടെ ഒറ്റപ്പെട്ടുപോയ ആ പെൺകുട്ടിയെ യോസേഫ് തനിയെ അവിടെ ഉപേക്ഷിച്ചില്ല. ആരും സംരക്ഷിക്കാൻ ഇല്ലാതിരുന്നവളെയും കൂട്ടി യോസേഫ് ബെത്ലഹേമിലേക്ക് നടത്തിയ ആ യാത്രയ്ക്ക് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മിഖ പ്രവാചകനിലൂടെ ദൈവം മുൻകൂട്ടി പറഞ്ഞ ആ രഹസ്യം അറിയാമോ? ബെത്ലഹേമേ, യഹൂദ പ്രഭുക്കന്മാരിൽ നീ ചെറുതല്ലോ എൻ്റെ ജനമായ ഇസ്രായേലിനെ പാലിക്കേണ്ടെന്ന്. ഒരു ഭരണാധികാരി നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രശസ്ത സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് തുറന്നു പറയണമെന്ന് തോന്നി. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കാലഘട്ടങ്ങൾ മാറുമ്പോൾ മാറി മാറി വരുന്ന യാദൃശ്ചികമായൊരു ഡ്യൂപ്ലിക്കേറ്റ് മിശിഹ അല്ല യേശുക്രിസ്തു. ഇത് ചരിത്രത്തിൽ യാദൃശ്ചികമായി സംഭവിച്ചതുമല്ല. നൂറ്റാണ്ടുകളുടെ പ്രവചനങ്ങൾ അക്ഷരപ്രതി പാലിക്കപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യമാണിത്. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പറിച്ചു നടപ്പെടേണ്ടവനുമായിരുന്നു ആ കുഞ്ഞ്. മിസ്രയമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് ഹോസിയ പ്രവാചകൻ പറഞ്ഞതും പിന്നീട് അവിടെ നിന്നും മടങ്ങി വന്ന് നസ്രത്തിൽ പാർക്കുകയും അതുവഴി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം അക്ഷരപ്രതി നിറവേറുന്നതും യാതൊരു യാദൃശ്ചികതയുമില്ലാതെ ഇവിടെ സംഭവിക്കുകയായിരുന്നു. ചരിത്രത്തിലെ പല നിഗൂഢതകളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒന്നുറപ്പിച്ചു കൊള്ളുക, യേശുക്രിസ്തു ആരുടെയെങ്കിലും കെട്ടുകഥയല്ല. വ്യക്തമായ പ്രവചന നിവർത്തീകരണത്തിലൂടെ മനുഷ്യനായി വെളിപ്പെട്ട സാക്ഷാൽ ദൈവമാണ്. ഈ അത്ഭുത ചരിത്ര സത്യങ്ങൾ ഇനിയും അറിയാൻ മിൻസൺ മാത്യു ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം യേശു ഇന്നും ജീവിക്കുന്നു.